പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിലെ സമഗ്ര നവീകരണവും അതോടൊപ്പം തന്നെ ഫാം ടൂറിസവും അതിനു വേണ്ടിയിട്ട് 5 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണെന്ന് വന്നത്. കൃഷി വകുപ്പ്, അതുപോലെ തന്നെ ഓർച്ചാർഡിലെ ഫാമിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ KLDCയുടെ ആളുകൾ എല്ലാവരും തന്നെ ഇന്നത്തെ യോഗത്തിലും ഇന്നത്തെ ഇവിടുത്തെ ഈ വിസിറ്റിങ്ങിലും ഉണ്ടായിരുന്നു. ഇവിടെ വർക്ക് നടക്കുന്നത് പരിശോധിക്കാനാണ് ഇവിടെ എത്തിയത്. ഇവിടെ നമുക്കറിയാം മരങ്ങൾ അതിൻ്റെ ചില്ലകൾ വെട്ടുക അടക്കമുള്ള കാര്യങ്ങൾ, ചുറ്റുമതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു അനുബന്ധ വർക്കുകളും കൂടി നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് 2 ഘട്ടമായിട്ടാണ് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫാം ടൂറിസം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആദ്യ ഘട്ടം പൂർത്തീകരിക്കാൻ ഇനിയും കുറേ വർക്കുകളുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2ാം ഘട്ടം എന്ന് പറയുന്നത് കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക അടക്കമുള്ള കാര്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ സെയിൽസ് കൗണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷേ കൂടുതൽ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരും. അതോടൊപ്പം തന്നെ കേര പ്രൊജക്റ്റിൽ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി വലിയൊരു പദ്ധതി, ഒരു 10 കോടിയുടെ പദ്ധതി കൂടി ഇവിടെ വരാനുള്ള ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. എന്തായിരുന്നാലും സെൻട്രൽ ഓർച്ചാർഡ് ദീർഘകാലമായി പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് കൂടി ഇത് അറിയാൻ കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കാൻ പോവുകയാണ് അധികം വൈകാതെ എന്ന കാര്യം അറിയിക്കുകയാണ്. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.